ധൻരാജ് രക്തസാക്ഷി ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും കാര്യങ്ങളൊക്കെയാണ് പയ്യന്നൂരിലെ നിയമസഭാ പോരാട്ടത്തിന് വലിയ രീതിയിലുള്ള വാർത്താ മാധ്യമ ശ്രദ്ധ കൊണ്ടുവന്നത്. ആരോപണം ഉയർത്തി പാർട്ടിയിൽ നിന്നും പുറത്താകേണ്ടി വന്നിരുന്ന മുതിർന്ന നേതാവും CPM ജില്ലാ കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്ന വി കുഞ്ഞികൃഷ്ണൻ തന്നെ സ്വതന്ത്രനായി പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതോടെ ഇവിടുത്തെ പോരാട്ട ചിത്രത്തിന് വേറൊരു സ്വഭാവം കൈവരികയായിരുന്നു. UDF അദ്ദേഹത്തിന് ഉപാധികളില്ലാത്ത പിന്തുണയും കൂടി നൽകുന്നതോടെ പയ്യന്നൂർ കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ നിയമസഭാ മണ്ഡലമായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ അടിയുറച്ച ഇടതുകോട്ടയായിട്ടുള്ള പയ്യന്നൂരിന്റെ സ്വഭാവത്തിനെ ഇളക്കം മറിക്കാൻ വി കുഞ്ഞികൃഷ്ണനും അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾക്ക് കഴിയുമോ എന്നുള്ള ചോദ്യം ചിലരെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. 50,000-ലധികം വോട്ടിന്റെ വ്യത്യാസത്തിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ ഒരു സ്വാധീന ഘടകമാണെങ്കിലും പാർട്ടി സ്ഥാനാർത്ഥിയുടെ വിജയത്തെ തടയാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വൈകാരിക തലത്തിൽ കാണുന്ന പഴയകാല പാർട്ടി പ്രവർത്തകർ നിറയുന്ന പയ്യന്നൂരിൽ അവരുടെ പേരിൽ സമാഹരിച്ച ഫണ്ട് ദുരുപയോഗത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം വലിയ രീതിയിൽ പാർട്ടി വോട്ടുകൾ തന്നെ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി, വി കുഞ്ഞികൃഷ്ണന് അനുകൂലമായി മാറിയേക്കാം എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ മണ്ഡലത്തെയും അവിടുത്തെ മത്സരത്തെക്കുറിച്ച് വളരെയധികം ആകാംക്ഷ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. 2021 ഏകദേശം 81.38% വോട്ടുകളാണ് പയ്യന്നൂരിൽ രേഖപ്പെടുത്തിയത്. 2026 ആ വോട്ടിംഗ് പെർസെന്റേജ് ഇപ്പം കുറയുകയാണ് ഉണ്ടായത്. 80.57 ഇത്തവണത്തെ വോട്ടിംഗ് പെർസെന്റേജ്. കഴിഞ്ഞ തവണത്തെ വോട്ട് ചോർച്ച അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് അതിജീവനമാണ് NDA സ്ഥാനാർത്ഥി പയ്യന്നൂരിൽ പ്രതീക്ഷിക്കുന്നത്. ശക്തമായ നേർക്കുനേറുള്ള പോരാട്ടം നടക്കുന്നത് CPM സ്ഥാനാർത്ഥി TI മധുസൂദനനും CPM വിട്ട് സ്വതന്ത്രനായി UDF പിന്തുണയോടെ മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണനും തമ്മിലാണ്. മത്സരം പ്രവചനാതീതമാക്കുന്നതും കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണങ്ങളും എങ്ങനെയാണ് പാർട്ടി കേന്ദ്രങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതുമാണ്. എന്തായാലും മെയ് 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വളരെ ആവേശത്തോടെ കേരളം കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലമായിരിക്കും പയ്യന്നൂർ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മണ്ഡലങ്ങളിലൂടെ സപ്പോർട്ടഡ് ബൈ മൂപ്പൻസ് ക്ലിനിക്.